കേക്കാമോ? നീ കോമൺ വണ്ടിയിലേ മറ്റേ രാജുഭായി ഏത് വണ്ടിയായിരുന്നു നീ കോമൺ വണ്ടി അവിടെ സ്പോൺ ചെയ്തിട്ട് അതിക്ക് കുറച്ച് ഒരു 50 ഇതിട്ടാന്ന് മറ്റേ റിപ്പയർ കിറ്റ് വണ്ടിയില് 50 40 എന്തെങ്കിലും റിപ്പയർ കിറ്റ് ഇട്. ഉണ്ടല്ലോ വണ്ടി മാറി താല്പര്യമില്ല ഫ്രണ്ടിൽ അടി വാങ്ങിച്ച ശേഖേ ഒരു മോണിറ്റർ സെറ്റ് ചെയ്ത് നമ്മുടെ ബാക്കി വണ്ടി എന്ത് ചെയ്ത്? അല്ലല്ല പാലത്തിന് ഇവിടെയുണ്ട്. എന്താ ഡിലേ എന്താ മുത്തേ? എടാ വീണ്ടും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒറ്റ ഒരു കാര്യം മാത്രം ഞാൻ പറയാണ്. എല്ലാ തവണത്തെയും പോലെ ഒരുമിച്ച് ഇറങ്ങി അടിക്കുക, കേട്ടല്ല? ഞാൻ വീണ്ടും പറയാം, പലയിടത്തും സ്പ്ലിറ്റായി പോവല്ലേ. ഒരുമിച്ച് ഇറങ്ങി കളിക്കുക. വീണ്ടും പറയണം, സ്പ്ലിറ്റായി ഇറങ്ങല്ലേ, എങ്കിലും കളിക്കാൻ പറ്റും. നമ്മള് മൈൻഡ് ബാക്ക് ഇറക്കേണ്ട ആവശ്യമേ ഇല്ല, ചുമ്മാ അടിച്ചിറക്കാന്നേ ഉള്ളൂ. ഫ്ലഫി ഫൈനൽ കോൾ വരും, അത് കേട്ട് കളിക്കുക. രാജുഭായും പറയും, അത് മാത്രം ശ്രദ്ധിക്കുക എല്ലാരും, കേട്ടാ? വേറെ ആരും പറയണ്ട. ഫ്ലഫി രാജുഭായി സംസാരിക്കും, വേറെ ആരും പറയണ്ട. നമ്മളെ 8 വണ്ടി ഉണ്ടോ? കേറട്ടെ? എല്ലാരും നമ്മള് ഓപ്പൺ ഫുഡ് ഇറങ്ങി കഴിയുമ്പോഴേ ഇവന്മാര് ചുമ്മാ 2-3 വണ്ടിയിട്ട് കറക്കും, സിംഗിൾ ആയിട്ടുള്ളവര്. മനസ്സിലായി? അതില് ഇന്നും അങ്ങനെയാണ് കണ്ടത്. കുറെ പേര് വണ്ടി അടിക്കാൻ നോക്കുന്നു, ഒരു കാര്യമില്ല. എടാ നമ്മുടെ 4 വണ്ടി ബാക്കി വരാനില്ല അവിടുന്ന്. ബാക്കി 4 വണ്ടി അവിടെ ഉണ്ടോ? ഇവിടെ നിൽക്കുന്ന പാലത്തിൽ 4 വണ്ടി. എന്നാ എവിടെ ഇട്ടിട്ട് വേണ്ടല്ലോ. നമ്മളെ ഒരു വണ്ടി ഉണ്ടല്ലോ, 7 വണ്ടിയല്ലേ ഉള്ളു. 1 2 3 4 5 6 7. അവിടുന്ന് പാലത്തിൽ കയറ്റാൻ അങ്ങനെ പറ്റൂലല്ലോ ഇവിടെ നിൽക്കാനൊന്നും. എടാ ഒരു വണ്ടിയാടാ അമ്മാരെ. അടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അടിക്കാം. ആദ്യമേ ടയർ ഓടിച്ച് പാനിക് ആക്കാൻ പറ്റും ആർക്കെങ്കിലും? ഒരു വണ്ടി ഒറ്റ വണ്ടി കളിച്ചോണം. ചുമ്മാ റോഡ് നടുക്കൊക്കെ ഇറങ്ങി അവന്മാര് വരുവാണെങ്കിൽ അകത്ത് കയറാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ പാലത്തിന്റെ നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടി വരും. നമ്മൾ അങ്ങോട്ട് നിന്ന് കളിക്കാം. നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ പോയാലോ ഫസ്റ്റ്? അവന്മാര് ലൊക്കേഷൻ പറയില്ല. അവന്മാര് അങ്ങോട്ട് ലൊക്കേഷൻ ഇടുള്ളൂ. ഞാൻ ഒരു ക്യാമറ ഇട്ടോ, നമുക്ക് ഫസ്റ്റ് ഇവിടെ നമുക്ക് അവിടെ പിടിക്കാം. എന്നിട്ട് ഇവന്മാര് വേറെ എവിടെയെങ്കിലും പിടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി അടിച്ചാൽ പോരെ. ഇല്ല അറിയിപ്പിക്കലും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അറിഞ്ഞൂടാ. അറിയാവോ? ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്ക് അറിയാവോ? ഏതാടാ? അതാണോ? ടിജയുടെ വാറ് നടന്ന സ്പോട്ട്. കയ്യ വന്നാ മതി, കത്തും. ഒരു കാര്യം ചെയ്യും, നമ്മുടെ റിപ്പയർ വാ. അവിടുത്തെ തീരുമാനിക്കാം. 68 5 TGA മാമച്ചൻ. ഇടിക്കല്ലേ കത്ത് ഇവിടെ. മറ്റേ ഗ്യാസ് ഒന്ന് ഓർത്ത് വെച്ചോളണം. ഇറങ്ങുമ്പോ അറിയാലോ, അത് എല്ലാവർക്കും ഒന്ന് പറഞ്ഞേരെ. പറഞ്ഞു. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റാംബോ. ഇറങ്ങുമ്പോ എടാ എല്ലാരും നമ്മളെ ഇറങ്ങുന്ന വെച്ച കോള് കേട്ട് കഴിഞ്ഞാൽ ഇറങ്ങണം, കേട്ടോ? നമ്മളെ ഇറങ്ങാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രൈവേഴ്സിന്റെ അടുത്താണ് എനിക്ക് പറയണ്ട, വണ്ടി കിട്ടി കൊടുക്കുക അവന്മാർക്ക്. പിന്നെ ഡ്രൈവേഴ്സെ കേട്ടോ? ഇപ്പോഴും അറിഞ്ഞൂടെ ഞാൻ പറഞ്ഞത്? എന്നാ ഒരു ഭാഷ കൊണ്ടു ഭാഷ ഇവിടെ മാർക്ക് ചെയ്ത് 685 അതെവിടെ? ഏറ്റവും ബാക്കില്.
എല്ലാരും മറ്റേ കിട്ടി വാ വാ വാ. ഫുഡ് വാട്ടർ പിന്നെ മറ്റേ ഗണ്ണൊക്കെ പുതിയ ഗണ്ണുള്ളവരൊക്കെ ഉണ്ടാവും. റീലോഡ് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്തൊക്കെ. POV എടുത്തൊക്കെ പറഞ്ഞു. എടാ ഞാൻ വണ്ടി എന്റെ വണ്ടി തന്നെ കത്തി. ഇറങ്ങി ഓടി. എന്ത് എന്റെ വണ്ടി കത്തി. ഒന്ന് ഫിക്സ് തരാൻ പറഞ്ഞു. ഒരു വണ്ടി കൊണ്ട് തരാൻ പറഞ്ഞു. എല്ലാരും വണ്ടി ഓടിക്കാൻ കൊടുക്കുന്ന ആരാ? ഈ മല നോക്കിട്ട് തലേ വന്നിട്ട് ഇവിടെ പൊട്ടാൻ പോയ വണ്ടി ഇങ്ങനെ പൊട്ടിയായിരിക്കും. എവിടെ അഡ്മിൻസ് കമ്മെന്ന് പറഞ്ഞ അത് എടുത്തരാൻ ചാൻസ് കുറവാ. എടുത്തോണ്ട് എടുത്ത് തരൂല. ഞാൻ ഇമ്മനെ കൊണ്ട് പോയി എടുത്തിട്ട് വരട്ടെ. എടാ വണ്ടി എടുത്ത് തരൂടാ. അങ്ങോട്ടാക്കി ഞങ്ങളൊന്ന് റിപ്പയർ ഇട്ട് വന്നോട്ടാ. റിപ്പയർ ആണോ? റിപ്പയറിനെ ഇങ്ങോട്ട് വരുവോ? ഗോൾഡിന്റെ വണ്ടി ഈ വണ്ടി എന്നിട്ട് റിപ്പയർ പോകാം. ഗോഡിനെ എടുക്ക. അവനെ ഗോഡിനെ എടുക്ക്. മറ്റേ കൂടെ അയ്യോ എടാ ഇവന്റെ വണ്ടി 4 പേരുണ്ടാ. ഇവനെ കൊണ്ട് മണ്ണ് ചാളി എന്ത് കളിയാ പക്കായത് ഇപ്പൊ കൊടുക്കാം ഒരു സൈഡ്. ഈ കലിപ്പ് കയറുന്നുണ്ട് ശേഖരൻ. മാരിക്കൊക്കെ കൊടുക്കാം. ഒന്നും ചെയ്യല്ല അഡ്മി മാറ്റി തരും. ഒരു മിനിറ്റ് ഇറങ്ങിട്ട് മാറിക്കൊറാ. വലിക്കും മറ്റേ വണ്ടി കയറി. രണ്ട് വണ്ടി എടുത്ത്. ഇല്ല ഒരെണ്ണം കിട്ടിയാ. 2 വണ്ടി എടുത്ത്. താഴെ ഇടുന്നു. അത് കിട്ടാൻ പറ്റൂല. അത് കയറാൻ പറ്റൂല. എടാ വീട്ടിന്റെ ഉള്ളിൽ കയറാ. വണ്ടിയുടെ അപ്പുറത്തേക്ക് നേരെ കയറിക്കോ. ഇവിടെ കയറിക്കോടാ. കയറാൻ പറ്റില്ല. ആരാ കത്തിയത്? 24 പ്ലെയർ ആയിരുന്നു. എന്താ നോക്കട്ടെ എന്നാ എടുക്കാൻ പറ്റും നോക്കട്ടെ. കത്തിയോ? 24 എന്നെ ഇട്ടോ. ഞാൻ വണ്ടി എടുത്തിട്ടില്ല. നേരെ സംസാരിക്ക്. എന്തൊരു കളിയാ മയില്. ചാളി പോയാ അവന്മാരുണ്ടില്ല. എടുക്കാനോ? ലൊക്കേഷൻ നോക്കി പെട്ടെന്നാവട്ടെ. ചുമ്മാ ലാഗ് അടിച്ച് നമ്മളങ്ങ് എന്തരം ലാഗ് അടിപ്പിക്കും. ജോഷോ എന്ത് ചെയ്യും? ജോഷോ ഒന്നുമില്ലല്ലോ. ജോഷോ വരുവോ? അതോ വഴി പോയാ? കേറിയിട്ടുണ്ട്. സിറ്റി കേറിയിട്ടുണ്ട്. എന്താ ബേളം? ഭയങ്കര ബേളമാണ്. നിനക്ക് ഉത്തരവാദിത്വം ഇല്ല വണ്ടി ഇരിക്കുന്ന പറഞ്ഞെടുക്കാൻ. ഞാൻ പറയുന്നുണ്ട് കണ്ട ഇപ്പോഴും മതി മനസ്സിലായ? മിണ്ടാണ്ടിരി. കളിയിൽ ഫോക്കസ് ചെയ്യേ. നീ ഇതിലെങ്ങനെ മറ്റേ വീഗാലാൻഡ് ടൂർ വന്നല്ല? എന്താ വണ്ടി കൊണ്ട് 1.5 ഏക്കർ എന്താ ടൂറിന് വന്ന? അടിക്കുവാണേ. ക്യാനില്ലല്ലോ. ക്യാനുണ്ടോ അലക്സേ? ചാനൽ ആരെങ്കിലും ഉണ്ടോടാ വണ്ടിക്കകത്ത്? വേടാ ലൊക്ക് ചോദിക്കാൻ കഴിച്ച് ഇതുണ്ടെങ്കിൽ എടുത്താണല്ലോ പെട്രോള്. എന്തിനില്ല? എന്തിന് വന്നത് വണ്ടിയില്?
നമുക്ക് താഴത്തെ പമ്പിൽ പോയി പെട്രോൾ വാങ്ങിച്ചിട്ട് വന്ന് പെട്രോൾ ഇല്ലേ? അതുകൊണ്ട് പാതിയേ ഉള്ളൂ. ആ പാതിയേ പെട്രോൾ പമ്പ് എവിടെയാണുള്ളത്? റാമ്പും ഇല്ലേ? റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? എന്താ ഉമ്മാര് അമ്പലം പപ്പടാണോ പോയത്? അത് റീസ്റ്റാർട്ട് ചെയ്യാണ്ട് മാറൂല. ലൈറ്റ് ഓഫ് ചെയ്തിടാ. മലബാറി യു ഗോ അവേ. റാമ്പ് ലൈറ്റ് ഓഫ് ചെയ്തിടാ. കോറ് വന്ന് ഒറ്റ കുത്തിന് തീർക്കണോ? ഇതെനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു, ശരിക്ക് തലവേദന എടുക്കുന്നു. പ്ലസിയേ എല്ലാം ഇതൊക്കെ ചോദിക്കാനായിട്ടില്ല guys. രണ്ടാളും ഇല്ല. ബ്രോ രണ്ടാളും ഞാൻ കോള് പറയുന്ന പകുതിയും സപ്രസ് ആയി പോകും. സത്യം അതാണ് സംഭവിക്കാൻ ബ്രോ, അതിന് സപ്രഷൻ മാറ്റാൻ ഞാൻ അടുത്ത കോള് പറയുന്നുണ്ട്. ഡോൺ പറയാത്, അത് വേണ്ടിക്കണ്ട. അവസ്ഥ. തലവേദന എടുക്കുന്നു. എന്റെ വണ്ടിയിലുള്ളത് അടുത്ത രൂമയാണ്. മലിക്ക് സംസാരിച്ചടാ. കണ്ട അടുത്ത രൂമ. പിന്നെ ഉള്ളത് അലക്സ്, അത് മ്യൂട്ട്. പിന്നെ ഷേക്ക് മാത്രമുണ്ട് എന്തേലും പറയുന്നത്. എന്ത് ചെയ്യാനാണ്? മാരിയില്ല മാരി ഷേക്ക് തല്ലാണ്. പിന്നെ തല്ലാണോ? പിന്നെ എല്ലാം തല്ലാണ്. കുറിപ്പിക്കുന്നേ എടുത്തോ നീ? മെസ്സേജ് നോക്ക് ഫിറോസ്ക. ഹലോ എടിവീരൻ ഷെയ്ഖ്. ഹലോ പറ. സ്കാമർ ടെക്. നമസ്കാരം. നമസ്കാരം. എന്താണ് പറയാനാണ്? സ്കാനർ ടെക് എന്ന് സാധനം. സ്കാമർ അറിയില്ല. അത് മിക്കവാറും ലിഫ്റ്റ് ചെയ്ത് തരുമായിരിക്കും. ലിഫ്റ്റ് ചെയ്യണം. കാരണം അവര് സർവത്ത് കൊണ്ട് താമസിച്ചില്ല. അതുകൊണ്ട് അവന്മാര് ചോദിക്കുന്നില്ലല്ലോ, ലൊക്കേഷൻ ഒന്നും പറയുന്നില്ലല്ലോ. അവന്മാരും കത്തിയിട്ടുണ്ടാവും എന്തായാലും. കത്തല് പറയണ കേട്ടോ, അവന്മാരാരൊക്കെ കത്തി പോണം. കൂട്ടുകാരെ പാടിയപ്പോ കൂട്ടുകാരെ ആരാ ചോദിക്കാം? ഫുള്ള് മിസ് കമ്മ്യൂണിക്കേഷനാ രാജഭായി. നീ കേട്ടാ പുള്ളേ? ഇല്ലല്ലേ രാജുഭായി കലിപ്പിലാണല്ല. എന്തിനു പറ്റി? പാലത്തിന്റെ അവിടെ പമ്പ് മറ്റേ ഞാൻ കാര്യം കണ്ടുകൂടാ. ഇത് മറ്റേ TVS മലയാണ്. മാർക്ക് ചെയ്തോ. എടാ കോഡ് കളിച്ചേ. ഡബിൾ മൈൻഡിൽ ഒറ്റ മൈൻഡ് കുത്താൻ പറഞ്ഞ കുത്തണ എല്ലാവർക്കും. എത്രയോ ഉള്ളത്. എടാ 4 പേരുള്ള വണ്ടികളൊക്കെ ഫസ്റ്റ് കുത്തി. ഈ റോഡ് കാണാ എന്നിട്ട് മലയൊക്കെ പോണേ. സൗണ്ട് അടിപ്പിക്കില്ല. സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സപ്രസ് ആവും. അതുകൊണ്ടാ ഒന്നും ലിയോ ഓട്ടിക്കണ ആളാരാ. കോമൺ വണ്ടി നല്ല കാണുന്നുണ്ടോ നോക്കി? മലയല്ലേ? അങ്ങനില്ല. സോറി ബ്രോ. കാണാനില്ലല്ലേ? വെയിറ്റ്. അമ്മാരെ ഞാനൊരു കാര്യം പറയട്ടെ. ടയർ അടിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയ പതുക്കെ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്ന. എന്നിട്ട് ടയർ അടിക്കാൻ വരുന്ന ടൈമിൽ നമുക്ക് ഇവിടെ കാണാൻ കൊണ്ട് കുത്തിയങ്ങ് അടിക്കാം. നോക്കട്ടെ ഇവിടെ കയറിയിട്ട് ടയർ അടിച്ചാലോ?
തെറ്റി കയറി കാണും മിക്കവാറും. രണ്ട് വണ്ടി എല്ലാം കുത്തിയിരുന്ന് അടിച്ച് ടയർ അടിച്ചോട്ടെ. ടയർ ഈ ടയറൊക്കെ അടിച്ചോട്ടോ. എല്ലാത്തിനും ടയർ ഇറങ്ങൂലേ? ഒരു വണ്ടി മാത്രം ഇവിടെ കൊണ്ട് കുത്തണേ. എടാ അത് 6 പേര് നോക്കി വെക്കുക. അതിനു വേണ്ടി 6 പേര് ഇറങ്ങി നിൽക്കുവോ? അങ്ങനെ പതുക്കെ പതുക്കെ മറ്റേ വണ്ടി ഇറങ്ങിയടി. ടയർ പൊട്ടുന്നുണ്ടോ? നീക്കിയത് കേറാന്നേ ഉള്ളൂ. സത്യം പറയാൻ ഇവിടെ നീക്കിയത് കേറാന്നേ ഉള്ളൂ. അടി അവൻ ചത്ത് പകുതി ചത്തവൻ. പണ്ടി വിടാമാരെ മലകുത്തറ മലയെല്ലാരും കുത്തറ. മലകുത്തിയ നമ്മളെ മലകുത്തിയ നമ്മളെ മലകുത്തിയ മല നീക്കം ഇങ്ങോട്ട് മല വരുമോ? എല്ലാരും കുത്താണ്ടിരിക്കല്ലേ? കുത്തട ടോപ്പിൽ കയറി ടോപ്പിൽ മലയുടെ ടോപ്പിൽ കയറി നമ്മള് മല ഇവിടെ എന്റെ മാർക്ക് കഴിഞ്ഞ പിങ്ങടെ കരക്കണ്ടി എന്താ നീ ഊമ്പിയാടാ കുണ്ണേ? നീ ഊമ്പിയാടാ കുണ്ണേ? നീ ഊമ്പിയാടാ കുണ്ണേ? എവിടെ നിന്റെ അയ്യോ കൊല്ലം നീ അടിച്ചോ മണ്ണ ഈ പരിക്കൊമ്പൻ അരി കിട്ടിയില്ല കൊടുത്ത് അല്ലല്ല എല്ലാരും ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട് എനിക്ക് കുറച്ച് വർത്താനം പറയാണ്ട്. അരിക്കൊമ്പിന് അരി കിട്ടിയില്ല എടുത്തു കഴിഞ്ഞോടാ കണ്ടികളെ കരക്കണ്ടികളെ എന്താ ബ്രോക്കനോട് കൊണ്ടുവന്നിട്ടാണ് വേമ വേമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ പിങ്ങിൽ കൊണ്ടുവന്നിടണേ. ഈ പിങ്ങിൽ ഇവിടെ കൊണ്ടുവന്നിടണം താഴത്ത്. അവനടുത്ത് അവിടെ ഇട്ട എടാ പിങ്ങേശൊക്കെ റിഫ്രഷ് ചെയ്തേ. താഴെ അയ്യോ എന്തൊക്കെ കൊടയടിയായിരുന്നു. നിങ്ങളൊക്കെ നീയൊക്കെ കുറച്ചുകൂടെ മൂക്കണം കേട്ടാ. അതിന് ഈ ചെറുതൊന്നും കുറച്ചുകൂടെ വലുത് പിടിക്കണം. മനസ്സിലായി? ഈ ലൈനെ പോലെ നിന്നെ അടിക്കാ മനസ്സിലായോ? എന്തൊക്കെയായിരുന്നു അവന്റെ സുൽത്താനെ കൊണ്ടുവന്നില്ല. ഇനി വല്ല പറയാണ്ടാ? സുൽത്താനും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിലേ നിന്റെ ജിജിയുടെ ഗ്യാങ് ഹൗസ് അവിടെ ഇടിഞ്ഞു വീണാനെ കേട്ടാ കണ്ടികളെ. അവന് സുൽത്താൻ ഇല്ലാത്തോണ്ട് അവന് ഇറങ്ങുന്ന. ജോസു അടുത്ത പൂരത്തിന് നീ ഇറങ്ങും
എന്റെ കൊമ്പാച്ച എടാ CBSE ഉണ്ടല്ലോ CBSE ഉണ്ടല്ലോ. ഞാൻ പറയുമ്പോടാ നീ തൽക്കാലം 2 ഫയൽ ഇവന്മാർക്ക് കൊടുക്കടാ. ഇവന്മാർക്ക് കൊടുക്കും. ഇവന്മാർക്ക് കൈവില്ലാത്തവർക്ക് കൊടുക്കടാ. ഒരു മിനിറ്റ് സൈലന്റ് ആസ് പറയണ TGA. ബാക്ക്ഗ്രൗണ്ടില് ലൈവ് അല്ലടാ ഇവന്മാര് പറഞ്ഞു അല്ലല്ല ശരിക്കും സംഭവം അറിയാ ദില്ലൂസിനെ ഇറക്കിയില്ല തോന്ന് ഐജിയിലെ കിട്ടിയില്ല. അതാ വീഡിയം ഇല്ലായിരുന്നാടാ ഇന്ന് ഇല്ല ഇന്നില്ല. ടൈം കിട്ടില്ല. അറിഞ്ഞ പോലെ തീർന്നില്ലേ? ടൈം കിട്ടിയില്ലല്ലേ? 20 സെക്കൻഡ്. 10 സെക്കൻഡാ. ഹലോ 10 സെക്കൻഡാ. കത്തിക്കണമെന്നാ? ഇല്ല പെട്ടെന്ന് ആരും കത്തിക്കില്ല. എല്ലാവരും എല്ലാരും കത്തിക്കല്ലേട്ടാ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ആളായി കണ്ട് ആരും കത്തിക്കാൻ നിക്കല്ലേ. ഞാൻ പറഞ്ഞുതരാം. തൊള്ള കിടക്കുന്ന കേൾക്കും എന്റെ. ബൈക്കിൽ കൂടെ മറ്റേ ശിങ്കാരി മാടിട്ടോ കുഴപ്പമുണ്ടോ? ഒന്നും പറ്റില്ലല്ലോ. നീട്ടോ എന്താ ആരും മണ്ടല്ലേ. ഞാൻ ചിഹ്നം ബ്ലപ്പിക്കും. കളി പൂരത്തിന് ഇറങ്ങണേ. തൃശ്ശൂർ പൂരത്തിന് പിന്നെ തിളക്കാറില്ലേ? പോയി. എടാ ഗോഡെന്തേ വിപ്സി ഗോഡെന്തേ വരാൻ പറ. ഗോഡിനോട് ഇങ്ങ് വരാൻ പറ. പുറത്തുനിന്ന് വോയിസ് ഇടല്ലേ ശരിക്കകത്ത് മ്യൂസിക് പ്ലേ ചെയ്യല്ലേ. സൗണ്ട് ബോർഡ് വരുത്തല്ലേ? സൗണ്ട് ബോർഡ് ഇടാൻ പറ്റില്ല. എന്റെ അടുത്ത് ചോദിച്ചതല്ലേ? ഞാൻ പ്രീവാറിന് മാറുന്നു. ഇറങ്ങി നിക്കണ 8-10 ഇപ്പോഴും നിന്നെയൊക്കെ പോലെ എന്റെ കൊമ്പാച്ചിരിക്കുന്ന അവസ്ഥ നീ മറ്റേ ഇനിഷ്യലി കഴിഞ്ഞപ്പോ മറ്റേ നമ്മുടെ ഗ്യാങ്സ് ഞാനിപ്പോ ഹെലി കൊണ്ട് വന്നു. നല്ല അടുത്തായിട്ട് ലൈനപ്പ് അല്ല വേറെ ലൈനപ്പ് നിന്നെ അടിക്കും തരും. മനസ്സിലായാ? അല്ല ഷിബു ഇതൊക്കെ എനിക്ക് ഈ സമയത്ത് എനിക്ക് തോന്നണെന്ന് വെച്ചാല് മോനെ ഡൊമിനിക്ക് എവിടെ? എടാ ഡൊമിനിക്ക് ഇതാണോ
ഇതന്നെ എടാ നേരത്തെ മാസാവാൻ നോക്കി എന്നിട്ട് ആസായി പോയത് പനല്ലേ ഞാൻ കൈവുള്ള ഗ്യാങ്ങിൽ കേറും മനസ്സിലായ അതിന് നീ അല്ല കുരു പൊട്ടിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ മര്യാദക്ക് മനസ്സിലായ ഇതിനൊന്നും പറയില്ല അയ്യോ അയ്യോ ഒരുമിച്ച് ഞാൻ പറയട്ടെ ഇത് 5 മിനിറ്റ് കൊണ്ട് കേറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കേറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഡെഫിനിറ്റിനുള്ള എന്തോരം സാധനങ്ങളുണ്ട് ടീച്ചർ ഡിസ്മാൻഡ് ആക്കി വിടാനുള്ള സാധനം ഉണ്ട് ഹലോ സൗണ്ട് കേൾക്കുന്നില്ല റാമിന്റെ സൗണ്ട് കേൾക്കുന്നില്ല എന്റെ സൗണ്ട് കുറഞ്ഞെന്നോ ഭയങ്കര കുറവാണ് ഇതില്ലേ മൈക്കിന്റെ സൗണ്ട് എങ്ങനെ കൂട്ടണ ശബ്ദം ഒന്നിങ്ങോട്ട് വേണ്ടാടാ നിനക്ക് അവന് ടൂറും നീ മൂത്രയ്ക്കൊന്നും ഇട്ടേക്കല്ലേ ആടേ എടാ ഇതില് കിച്ചു എന്ത് കളിയാ പട്ടികള് കിച്ചോടെ പോയി എന്റെ ഭാഷേനെ എന്താ പറഞ്ഞ ഡിറ്റക്ഷൻ ആരുടെയൊക്കെയാണ് നിന്ന് കൊണക്കാൻ പറഞ്ഞ നീ ആലോചിക്കണം കിച്ചു മനസ്സിലായ എടാ പൂരം ഇത് ഈ കളി തോറ്റെന്ന് വെച്ചാൽ ടി വി ഇല്ലാത്തതിന്റെ കുഴപ്പം കൊണ്ടാ തോറ്റേ തോന്നുന്നത് അതുകൊണ്ടാ മോശമായി പോയി കിട്ടിയില്ല ഇന്ന് ഭാഷ എന്തേ ഭാഷ കിട്ടിയില്ല അവർക്ക് ഭാഷ വരുന്നുണ്ട് നിനക്കൊക്കെ അടുത്ത തരേ ഏതാളിയാ നീ നേരത്തെ കൊണ്ടുപോയി അതറിയത്തില്ല അതിനൊന്നും ഇല്ല ചുക്കളത്തിന് പോലും വിലയുണ്ട് കൊമ്പാച്ചൻ ഇത് എങ്ങനെയോ മറ്റേ ടെസ്റ്റ് ട്യൂബിലെങ്ങാനും ചുമ്മാ ഇല്ലാത്ത സാധനം അതൊന്നും ഇല്ല അത് ചുമ്മാരുടെ അടുത്ത കസേരയിട്ട് ഇവിടെ ഇരുന്നു ശേഖ ആളൊക്കെ വിഴുങ്ങി പോയാടാ ആയില്ലേ സംസാരിക്കാൻ കസേരയിട്ട് ഇരുന്നേര് വെറുതെ എന്തിനാണ് നിക്കുന്നത് നിന്ന് കാലം കഴിക്കുന്നത് എന്തിനാണ് ഈ ഡെഡ് ബോഡിക്ക് വേണ്ടി ഒരു CBSE ഉണ്ട് ഞങ്ങൾക്ക് ആ CBSE കാണുന്നത് ഞാൻ ചോദിക്കുന്നതല്ല കിച്ചുവിനെ കാണാനല്ലോ മണ്ണപ്പെട്ടി ഡൊമിനിക്കിനെയും കൊണ്ടിട്ടാ ഷേക്കിന്റെ അടുത്ത് കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ മനസ്സിലായാ CBSE കണ്ടപ്പോ പറ്റിയാലോ എടാ ഓനെ ആയിട്ടില്ല മനസ്സിലായാ ഹലോ ബ്രോ ഹലോ ഹലോ ഇത് ഡൊമിനിക്കല്ലേ ഇത് ഡൊമിനിക്കല്ലേ ഇത് ജ്യൂസ് ആണോ ഇത് ഡൊമിനിക്കല്ല ഇത് ഇവിടെ ബൈ ദ വേ ഐ ആം ഷെയ്ഖ് യുവർ ജ്യൂസ് ഐ ലൈക്ക് യു ബ്രോ ഹലോ ബ്രോ ജ്യൂസ് ആണോ ബ്രോ ഹലോ അടിച്ച് ജ്യൂസ് ആക്കിയിട്ട് ജ്യൂസ് ആണോ ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ നിന്നൊക്കെ ഞാൻ നിന്റെ അടുത്ത് വിളിക്കാനെങ്കിലും വന്നിട്ടുണ്ടോ പിന്നെന്താണ് എന്റെ കയ്യിലൊക്കെ പറയുന്നത് നീ
കാര്യത്തിന് ഞാൻ പോണില്ല. അപ്പൊ നിന്റെ ടി ജി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണക്കാൻ ഒന്നിനും ഞാൻ വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ നിന്റെ എന്റെ അടുത്ത് മുമ്പ് നിങ്ങളൊക്കെ അടിച്ചതിന്റെ ഇതായിരിക്കടാ നിങ്ങൾ മുമ്പിട്ട് അടിച്ചിരിക്കും. മനസ്സിലാവാ അറിയത്തില്ല. അതുകൊണ്ട് ചോദിക്കുക. ഇത്തിരി മാസാണ്. സോറി ഇത്തിരി മാസാണ്. ആരെ ആരെ എവിടെന്ന് ഇതാണ് കിച്ചു. കൊമ്പനാ ഇത് കൊമ്പന. ഇവിടെ ആളെന്നാണ് കിച്ചോന്ന്. ഹലോ മച്ചാനെ, സുഖാണോ? ഗോടെ തുടങ്ങിക്കോ. വലിയ ആളാ. ഇതെന്ത് ഇവന്മാർ ടി ജി കയറിയപ്പോ ബൂഗിമാനായ അവനല്ലോ. ഇതായിരുന്നു അങ്ങനെയായിരുന്നോ ചെയ്യേണ്ടത്? ഇവ എങ്ങനെ പൊന്തി ഇവനാണ് ആദ്യം ചത്ത്. അപ്പൊ ഇതാണ് വലിയാണ്. വലിയ ആളാണ്. അയ്യോ മനസ്സിലായി. നീ കണ്ടെയ്നറിനെയും പിടിച്ചോണ്ട് താളം വിടാൻ വന്നതിനെ തുണ്ടായിട്ട് ഞാൻ വിടും. മനസ്സിലായല്ലേ? അത് എവിടെയാണേലും അത് ഓർത്ത് വെച്ചാൽ അത് ഞാനാണ് പറഞ്ഞ കുറിച്ച്. ചെറിയ പൈതല കത്തിച്ചോ ആകാശിട്ട് ഓരോരുത്തർ പിടിച്ചിട്ട് എല്ലാത്തിനും കൂട്ടിടാ. ഇതായത് മാറി എന്തിനാടാ പരക്കേട്? പിന്നെ അയ്യോ മേക്ക് മണ്ണ് ചെട്ടിപ്പോയാ കുറുപ്പേ റീഫണ്ട് അടിക്കണം. കിച്ചു കണ്ടി സമയം കളയാൻ ഇന്ന് തീർത്തുവിടാം. നോക്കണേ. അഞ്ചാം കളി ചവിട്ടല്ലേ. നീ എന്തേ അഞ്ചാം കളി ചവിട്ടല്ലേ. അക്സെപ്റ്റ് ചെയ്താൽ മതി. അയ്യോ കാല് കത്തിയേ. 15 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് അക്സെപ്റ്റ് ചെയ്താൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ്
ഞാൻ പറയട്ടെ എടാ ഗോഡെ വാടാ നീ വാടാ. എല്ലാവരും എന്തോ പറയാനുണ്ട്. ഇത്രയും എന്നും പറഞ്ഞ് വേറൊരു കുടുംബത്തിൽ എന്തേ മാറ്റി പറഞ്ഞു മനസ്സിലായോ? എന്നിട്ട് മാറ്റി പറയല്ലേ അത്രേ ഉള്ളൂ. കേൾക്കേണ്ട ആവശ്യമില്ലായിരുന്നു നിനക്ക് പിന്നെ അതല്ല നീ കൊണ്ടുപോയത് ഭാഷനെയാണ് മനസ്സിലായ ദിഗോഡിനെ മനസ്സിലായ നിന്നെ കിട്ടിയപ്പോഴും മറ്റേ പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടി. അയ്യോ അയ്യോ കുറുപ്പാ കത്തിക്കുന്നില്ല. നീ നീ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ നിൽക്കാം ബ്രോ. ഇവനെ കത്തിക്കണ്ട. ഇവനെ കരിമീൻ ജീവി അടിച്ചു വിട്ടേര് വെറുതെ. ഇതൊരു ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് അതൊരു ഇത് ഇവിടെ കിടക്കട്ടെ നമുക്ക് പോവാ അപ്പം നോക്കിക്കോ. ഈ വണ്ടി എടുത്ത് ശരിക്കാം. നമുക്ക് നമ്മളും അടിച്ചു നോക്കിയില്ല. ഇല്ല ഇത് കൊണ്ടുപോയി ഞാനാരാ മറ്റേ മീറ്റിങ്ങിന് റാമ്പോ എന്തേ